ഞങ്ങളിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾക്ക് കൃപാസനം പത്രം വായിക്കാൻ കിട്ടുകയുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു സങ്കടമുള്ളത്, ഞങ്ങളുടെ മക്കൾക്ക് മക്കളില്ല. മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി, മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഞങ്ങൾ ഹിന്ദുക്കളാണ്. അങ്ങനെ ആ പത്രം വായിച്ചതിനാൽ ചേച്ചി പറഞ്ഞു എത്രയും പെട്ടെന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്നു. അന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി എടുത്തത് 2025 ജനുവരി 13 പക്ഷേ ആദ്യത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ മകൾ പ്രഗ്നൻ്റായി. ഞങ്ങൾക്ക് സന്തോഷമായി. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ മകൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി. ഭയങ്കര അതിശയായി. ഞങ്ങൾക്ക് സന്തോഷമുണ്ടായി. പക്ഷെ മകൾ 2017 ജൂലൈ 10 വിവാഹം കഴിഞ്ഞതാണ്. 2018 അവൾ പ്രഗ്നൻ്റായി. 5.5 മാസമായപ്പോൾ യൂട്രസിന് സെർവിക്സ് 2.5 ഉള്ളൂ. അതിനാൽ ഇത് ഗർഭപാത്രം തുറന്നു പോരുകയാണ് 5.5 മാസമായപ്പോൾ. രണ്ടാമത് 2019 പ്രഗ്നൻ്റായി. അപ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത് പ്രഗ്നൻ്റായി. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ 5.5 മാസമായപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള ആരും ഉറങ്ങിയിട്ടില്ല. കാരണം അതിനു മുമ്പുള്ള 5 മാസം ഞങ്ങൾക്ക് പ്രശ്നമുള്ളതായിരുന്നു. ഇവിടെ ഞാൻ വന്നു 5.5 മാസമായപ്പോൾ ജോസഫ് അച്ഛനെ കണ്ടു. അങ്ങനെ ഞങ്ങൾക്ക് 5.5 മാസം കഴിഞ്ഞ് 6.5 മാസം കഴിഞ്ഞ് 7.5 മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ വയറ്റത്ത് കുരിശ് വരട്ടി ഈ തൈലം കൊണ്ട് കുരിശ് വരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ സംരക്ഷിക്കും. സന്ധ്യാനേരത്തെ എല്ലാ ദിവസവും ആശുപത്രിയിൽ 8 ദിവസം 9 ദിവസം കിടക്കുകയാണെങ്കിലും സന്ധ്യയ്ക്കും രാവിലത്തെ 5:30 ഡെയിലി ബ്രെഡും ആശുപത്രിയിൽ ഒരു മടിയും കൂടാണ്ട് ഞങ്ങൾ ആളുകളുടെ മുന്നിലും മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ 9 മാസം പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് നല്ലൊരു ആൺകുഞ്ഞിനെ, ദൈവത്തിൻ്റെ ഛായയിലുള്ളൊരു കുഞ്ഞാണിത്. ശരിക്കും ദൈവഛായയിലുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞങ്ങൾക്ക് 2026 ഫെബ്രുവരി 25 ഈ മോൻ ജനിച്ചത്. 2026 മാർച്ച് 31 മകൻ്റെ ഭാര്യയും പ്രസവിച്ചു. അതും ഒരു ആൺകുഞ്ഞ് തന്നെയാണ്.